എക്സാലോജിക്കിന്റെ മാസപ്പടി കേസ് അന്വേഷിക്കാൻ SFIO വരുന്നതോടെ CPMനും ഭയമായി. അന്വേഷണത്തെ ഭയക്കുന്നില്ല എന്ന് പറഞ്ഞ CPM നേതാക്കൾ അത് മകളിലൂടെ അച്ഛനിലെത്തി കുരുക്കുമുറുകുമെന്നായതോടെ രാഷ്ട്രീയപരമായും നിയമപരമായും നേരിടാൻ ഇന്നലെ ചേർന്ന CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം തീരുമാനിച്ചു. കേസിന് പിന്നിൽ സർക്കാരിനെയും മുഖ്യമന്ത്രിയെയും ദുർബലപ്പെടുത്തുവാനുള്ള ശ്രമമാണെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞു. എക്സാലോജിക് കമ്പനി തുടങ്ങുവാനുള്ള വീണ വിജയന്റെ സാമ്പത്തിക സ്രോതസ് അന്വേഷണത്തിൽ വരും. മുഖ്യമന്ത്രിയുടെ ഭാര്യ കമല സർക്കാർ സർവീസിൽ നിന്ന് വിരമിച്ചപ്പോൾ നൽകിയ തുകയിൽ നിന്നാണ് കമ്പനി തുടങ്ങിയത് എന്നാണ് മുഖ്യമന്ത്രി വീമ്പിളക്കിയത്. ഈ വീമ്പിളക്കൽ വേണ്ടിയില്ലായിരുന്നുവെന്നാണ് CPMന്റെ വിലയിരുത്തൽ. ഇതിൽ എന്തെങ്കിലും വീഴ്ചയുണ്ടായാൽ തങ്ങളെ തന്നെ തിരിഞ്ഞു കൊത്തുന്നതാകും ഇത് പാർട്ടിക്ക് വലിയ ക്ഷീണം വരുത്തുമെന്നും പാർട്ടി വിലയിരുത്തുന്നു. രജിസ്ട്രാർ ഓഫ് കമ്പനീസ് നൽകിയ അന്വേഷണത്തിൽ എക്സാലോജിക് കമ്പനി ഗുരുതര സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ നടത്തിയെന്ന് കണ്ടെത്തിയിരുന്നു. ഇതോടെയാണ് കോർപ്പറേറ്റ് മന്ത്രാലയത്തിലെ ഏറ്റവും ഉയർന്ന അന്വേഷണ സംഘമായ SFIOയെ മാസപ്പടി അന്വേഷിക്കാൻ ചുമതലപ്പെടുത്തുന്നത്. മുൻ ധനമന്ത്രി ചിദംബരത്തിന്റെ മകൻ കാർത്തി ചിദംബരം ഉൾപ്പെട്ട എയർസെൽ മാക്സിസ് കേസ് അന്വേഷിച്ച ഉദ്യോഗസ്ഥ സംഘമാണ് വീണ വിജയന്റെ മാസപ്പടി കേസും അന്വേഷിക്കുന്നത്. തട്ടിപ്പ് കണ്ടെത്തിയ അന്വേഷണ സംഘം കാർത്തി ചിദംബരത്തെ അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കുകയും ചെയ്തു. ഇതും CPMനെയും മുഖ്യമന്ത്രിയെ വല്ലാതെ ഭയപ്പെടുത്തുന്നുമുണ്ട്. നേരത്തെ ഈ മാസപ്പടിയുമായി ബന്ധപ്പെട്ട മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞ കാര്യങ്ങൾക്ക് മറുപടിയുമായി ശക്തിധരൻ രംഗത്തെത്തിയിരുന്നു. മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ കേന്ദ്ര അന്വേഷണം എന്ന തലക്കെട്ടിൽ സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇദംപ്രദമായ ഒരു വാർത്ത മാധ്യമങ്ങളിൽ സ്ഥാനം പിടിക്കാൻ ഇന്ത്യ 75 വർഷം കാത്തിരിക്കേണ്ടി വന്നുവെന്നാണ് ശക്തിധരൻ ഫേസ്ബുക്കിൽ കുറിച്ചത്. വൈദ്യുതി മേഖലയിൽ ഇന്ത്യ കണ്ട അതിപ്രഗത്ഭനായ ട്രേഡ് യൂണിയനിസ്റ്റ് ബാലാനന്ദനും ഇന്ത്യയിൽ ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന ജനനായകൻ VS അച്യുതാനന്ദനും മറ്റും സധൈര്യം സത്യം കണ്ടെത്തി പാർട്ടിയോട് തുറന്നു പറഞ്ഞ കാനഡ ഇടപാടിലെ വീഴ്ചകൾ ഗൗരവത്തിലെടുക്കാൻ കൂട്ടാക്കിയിരുന്നുവെങ്കിൽ പാർട്ടി എന്നാൽ പണം കൊയ്യാനുള്ള സ്വർണം കായ്ക്കുന്ന മരമല്ല എന്ന ദൃഢനിശ്ചയത്തിൽ കാലിടറാതെ നിന്നിരുന്നുവെങ്കിൽ ഇങ്ങനെയൊരവസ്ഥ പാർട്ടിക്ക് വരില്ലായിരുന്നു. പുഴുത്തുനാറിയ കൈകൾ ഉയർത്തി മുഖ്യമന്ത്രി പറയുന്നത് കേട്ടില്ലേ, തൻ്റെ കൈകൾ ശുദ്ധമെന്ന്. ശുദ്ധമെന്ന പദത്തിന് മലയാള നിഘണ്ടുവിൽ എന്നു മുതലാണ് ഈ അർത്ഥം വന്നത്? മകൾ കമ്പനി തുടങ്ങിയത് ഭാര്യ വിരമിച്ചപ്പോൾ ലഭിച്ച പണം കൊണ്ടാണ്. ഈ മനുഷ്യൻ ഇത്ര തറയാണോ? നാവെടുത്താൽ കള്ളമേ പറയൂ. മക്കളെയും അതേ അച്ചിൽ വാർത്തു വച്ചിരിക്കുകയാണ്. CPMന്റെ ഏത് ഘടകമാണ് പോളിറ്റ് ബ്യൂറോ അംഗമായ പിണറായിയുടെ മകൾക്ക് ബിസിനസ്സിലേക്ക് പ്രവേശിക്കാൻ അനുമതി കൊടുത്തത്? എന്നാണ് ആ അനുമതി ലഭിച്ചത്? CPM എന്നാൽ ഏകശിലാരൂപത്തിലുള്ള ഒരു പാർട്ടിയല്ലേ? ആ പാർട്ടിയുടെ 3/4 നൂറ്റാണ്ട് നീണ്ട ചരിത്രത്തിലേക്ക് കാലത്തിന്റെ നിഴൽ കണ്ണാടി കാണിച്ചാൽ ഇതിഹാസ തുല്യമായ ഒരു ചരിത്രമാണ് ചുരുൾ നിവരുന്നത്. തെറ്റുകളേറെയുണ്ടെങ്കിലും ഇന്ത്യ 1947 സ്വതന്ത്രമായി എന്ന് പറഞ്ഞത് ശരിയല്ല എന്ന് തെറ്റായി പഠിപ്പിച്ചിട്ടുണ്ട്. അത് യഥാർത്ഥ സ്വാതന്ത്ര്യമല്ല എന്ന് തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. അങ്ങനെ നിരവധി അബദ്ധങ്ങൾ. പക്ഷേ ആ ചങ്കിൽ കളങ്കമില്ല. ഗാന്ധിജി പോലും അതിൻ്റെ സംശുദ്ധിയെ പ്രകീർത്തിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രി നിയമസഭയിൽ അഭിമാനത്തോടെ പറയാൻ നാവ് പൊന്തിക്കാൻ കഴിഞ്ഞത് ഈ പാർട്ടിയുടെ അവശേഷിക്കുന്ന വിശ്വാസ്യതയുടെ കനൽ കഷ്ണങ്ങൾ പെറുക്കിക്കൂട്ടിയാണ്. ഭാര്യയുടെ പെൻഷൻ തുക കൊണ്ടാണ് മകൾ വീണ തായ്ക്കണ്ടിയിൽ ബാംഗ്ലൂരിൽ എക്സാലോജിക് എന്ന സ്ഥാപനം കോടികൾ മുടക്കി തുടങ്ങിയത് എന്നാണ് വീമ്പടിച്ചത്. ഇത്രയും കാലം ഈ മഹാന്റെ വായിൽ പഴമായിരുന്നു. ഏതെങ്കിലും കാലത്ത് അത്തരം പരാധീനകൾ അദ്ദേഹം ഓർത്തിട്ടുണ്ടോ? രാജാവിൻ്റെ കുടുംബമല്ലേ, എന്തൊരു പെരുന്നുണ. ഇങ്ങനെ പോകുന്നു ശക്തിധരൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. എന്തായാലും സഹാക്കന്മാരും മുഖ്യമന്ത്രിയും വീണയുമൊക്കെ SFIOയെ ഭയന്ന് മാളത്തിലൊളിക്കുകയാണ്.